തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പണിയെക്കുറിച്ച് കൃത്യമായി അറിയാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ജന്മൻരേഗ ആപ്ലിക്കേഷൻ. അതുപോലെ ഒരു തൊഴിലാളി എത്ര പണി ചെയ്തു, അതിന് എത്ര ക്യാഷ് അവർക്ക് കിട്ടി, ഇനി എത്ര രൂപ കിട്ടാനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വ്യക്തിഗത ആനുകൂല്യം കിട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ഡെമോ വീഡിയോയും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഹിന്ദിയിലാണ്, വേണമെന്നുള്ളവർക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം തൊഴിലാളികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അറിയേണ്ടതെങ്കിൽ ന്യൂ വർക്കേഴ്സ് അറ്റൻഡൻസ് ഓർ പേയ്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത 4 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. അങ്ങനെ കയറുന്ന സമയത്ത് വരുന്ന ഓപ്ഷനാണിത്. ഇതിനകത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടത് ആരുടെ തൊഴിൽ കാർഡാണോ സെർച്ച് ചെയ്യേണ്ടത് ആ തൊഴിൽ കാർഡ് നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ള സെലക്ട് ചെയ്യുക. അതുപോലെ ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, പഞ്ചായത്ത് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. പഞ്ചായത്ത് കഴിഞ്ഞുള്ള ഓപ്ഷനിൽ വില്ലേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന വാർഡാണ്. വാർഡിൻ്റെ പേര് കൃത്യമായിട്ട് അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഫാമിലി ID എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് തൊഴിൽ കാർഡ് നമ്പർ കൺഫേം ചോദിക്കും. ആ കൺഫേം ചോദിക്കുന്ന സമയത്ത് യെസ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ തൊഴിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നു. ഇതിൽ ജോബ് കാർഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തൊഴിൽ കാർഡിൽ ചേർത്തിട്ടുള്ള ആൾക്കാരുടെ പേരുമാണ് കിട്ടുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഓപ്ഷൻ അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് എത്ര പണിയായി എന്നുള്ളത് ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ ഒരാൾ മാത്രമാണ് പണിക്കിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ആളുടെ നേർക്ക് മാത്രം പണിയുടെ എണ്ണം കാണിച്ചിട്ടുള്ളത്. പണിക്കിറങ്ങിയ ആളുടെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തി ഏതൊക്കെ വർക്കിലാണ് നിന്നത് എന്നുള്ളത് നമുക്ക് താഴെ അറിയാൻ കഴിയും. നിങ്ങൾ നിലവിൽ ഏത് വർക്കിലാണോ പണി ചെയ്യുന്നത് ആ പണി ക്ലിക്ക് ചെയ്ത് നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്നുവരെ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് NMMS ചെയ്തപ്പോൾ അറ്റൻഡൻസ് പോയ ദിവസവും നിങ്ങൾ ജോലിക്ക് ഹാജരാകാത്ത ദിവസവും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സൈറ്റിൽ പണി വയ്ക്കാത്ത ദിവസവും ആബ്സെൻ്റ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾ ജോലിക്ക് പോയ ദിവസം നിങ്ങൾക്ക് അറ്റൻഡൻസ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ മതി. സ്മാർട്ട് ഫോണുള്ള ഏതൊരു തൊഴിലാളിക്കും ഇത് നോക്കാൻ പറ്റും. ഓരോ വർക്കിലും ഏതൊക്കെ ദിവസമാണ് നിങ്ങൾ പണിക്കിറങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയാൻ പറ്റും. അടുത്തതായിട്ടുള്ള ഓപ്ഷൻ പേയ്മെൻ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി, ഇനി കിട്ടാനുള്ള എത്ര രൂപ എന്നുള്ളത് ഓരോ വർക്കും ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് അവസാനത്തെ വർക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കാണിക്കുന്നത് റെസ്പോൺസ് അവൈറ്റഡ് ഫ്രം PFMS ഓർ ബാങ്ക് എന്നാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ ഫണ്ട് അടുത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും. നിങ്ങളുടെ ആധാർ അവസാനമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടിലായിരിക്കും ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത്. ഇനി നമുക്ക് ക്യാഷ് വന്ന വേറൊരു വർക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാഷ് വന്ന ഡേറ്റ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അക്കൗണ്ടിൽ ക്യാഷ് വന്ന ഡേറ്റാണ്. അതിൻ്റെ തൊട്ടടുത്ത് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ്, അതിനകത്ത് ബാങ്കിൻ്റെ പേര് എഴുതി കാണിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റും ഇതിൽ കാണിക്കും. നിങ്ങൾ മസ്റ്റ്രോളിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിലായിരിക്കില്ല ചിലപ്പോൾ ക്യാഷ് വരുന്നത്. നിങ്ങൾ അവസാനമായിട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണോ അതിലായിരിക്കും നിങ്ങളുടെ ക്യാഷ് വരുന്നത്. അത് പ്രത്യേകം ഓർമ്മിക്കുക.